നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കലകളുടെ സംഗമഭൂമിയിൽ കലോത്സവം പൊടിപൊടിക്കുന്നു. പൂരത്തിന് മേളങ്ങൾ കൊട്ടിക്കയറുന്ന പോലെയാണ് ഓരോ വേദിയിലും മത്സരങ്ങളുടെ ആവേശം. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാം താലപ്പൊലി മഹോത്സവം പൗരാണിക ആചാരങ്ങളുടെ തിളക്കത്തിൽ സമ്പന്നമായി. പന്നിത്തടം സെന്ററിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് 2 വർഷമായി ഒരു പ്രദേശത്ത് ജനങ്ങൾ കുടിച്ചിരുന്നത് മലിനജലം. വാർത്തകൾ വിശദമായി. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ക്ഷേത്ര മഹോത്സവം ജനുവരി 17 മുതൽ 19 വരെ. 17 ശനിയാഴ്ച രാവിലെ ഗുരുഭക്തന്മാർക്ക് കളമെഴുത്തും പാട്ടും, ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തും പാട്ടും, രാത്രി 10 അഷ്ടനാഗ കളമെഴുത്തും നടക്കും. 18 ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്ത്, വൈകിട്ട് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, രാത്രി ഭദ്രകാളി ദേവിക്ക് കളമെഴുത്തും തോറ്റംപാട്ടും. 19 തിങ്കളാഴ്ചയാണ് ഉത്സവം. അന്നേ ദിവസം രാവിലെ ഗണപതി ഹോമം, പഞ്ചവിംശതി കലശാഭിഷേകം, ഉഷപൂജ, ശീവേലി, ഉച്ചതിരിഞ്ഞ് 4 പകൽപൂരം, 3 ആനകൾ അണിനിരക്കും. വൈകിട്ട് വർണ്ണമഴ, രാത്രി അന്നദാനം, തുടർന്ന് നാടകം എന്നിവയുണ്ടാകുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് വി.കെ. രാജീവൻ, സെക്രട്ടറി സ്വപ്ന ജോളി, വൈസ് പ്രസിഡന്റ് വി.ജെ. പവിത്രൻ, ട്രഷറർ വി.ജി. അഭിമന്യു എന്നിവർ അറിയിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്രത്തിലെ മൂലക്ഷേത്രത്തിന് ചുറ്റും പിച്ചള പൊതിഞ്ഞ് സമർപ്പിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി പ്രതാപനും കുടുംബവുമാണ് 5 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ സമർപ്പണം വഴിപാടായി നടത്തിയത്. രാവിലെ ഗണപതി ഭവനം, തുടർന്ന് ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടയിൽ പറയെടുപ്പ് ആരംഭിച്ചു. 18-ാം തീയതി ദേവിയുടെ ആനയോടുകൂടിയ ഗ്രാമപ്രദക്ഷിണം ഉണ്ടായിരിക്കും. 24-ാം തീയതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 7 ആനകളോടുകൂടിയ ശീവേലി, വൈകിട്ട് പകൽപൂരം, 101 മേളകലാകാരന്മാർ അണിനിരക്കുന്ന മേളം, തുടർന്ന് വൈകിട്ട് 8 മണിക്ക് നാടകം, തുടർന്ന് പള്ളിവേട്ട, രാത്രി പൂരവും 25-ന് രാവിലെ ആറാട്ടും നടക്കും. കലകളുടെ സംഗമഭൂമിയിൽ കലോത്സവം പൊടിപൊടിക്കുന്നു. പൂരത്തിന് മേളങ്ങൾ കൊട്ടിക്കയറുന്ന പോലെയാണ് ഓരോ വേദിയിലും മത്സരങ്ങളുടെ ആവേശം. ആവേശത്തിന്റെ തിരമാലകൾ തീർക്കുന്ന കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. നാടൻ ചുവട് ശീലുകളും ചടുല ചുവടുകളുമായി നാടോടി നൃത്തം പാരിജാതം വേദിയെ ഇളക്കിമറിച്ചു. സായം സന്ധ്യയോടെ കലോത്സവ നഗരി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിമാരെ കൊണ്ടും ഒപ്പനപ്പാട്ടുകൊണ്ടും അഴക് വിരിച്ചു. മംഗലംകളി, മോഹിനിയാട്ടം, ദഫ്മുട്ട്, കേരള നടനം, നാടകം, കഥകളി, മാർഗംകളി തുടങ്ങിയ കലാവിരുദ്ധങ്ങൾ കലാപ്രേമികളുടെ മനം നിറച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാം താലപ്പൊലി മഹോത്സവം പൗരാണിക ആചാരങ്ങളുടെ തിളക്കത്തിൽ സമ്പന്നമായി. തെക്കൻ മലനിരകളിൽ നിന്നും വ്രതനിഷ്ഠയോടെ ഇരുമുടിക്കെട്ടുകളേന്തിയ മലയരേ വിഭാഗം കാവിലമ്മയ്ക്ക് തങ്ങളുടെ നിവേദ്യം അർപ്പിച്ചു. കാടിന്റെ തനിമയും തായ്വഴികളുടെ വിശ്വാസവും ക്ഷേത്രാങ്കണത്തിൽ ഒത്തുചേർന്ന നിമിഷമായിരുന്നു ഇത്. ക്ഷേത്രവുമായി നൂറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള കുടുംബി സമുദായത്തിന്റെ വൈവിധ്യമാർന്ന ആചാരങ്ങൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. ക്ഷേത്രാങ്കണത്തിലെ ആൽത്തറകളിൽ ദീർഘസുമംഗലി വരത്തിനായി കുടുംബി സ്ത്രീകൾ സാവന്തി പൂജ നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തെക്കേ നടയിൽ നിന്നും ആടിനെ എഴുന്നള്ളിച്ച് അമ്മയുടെ സന്നിധിയിൽ നടതല്ലുന്ന ചടങ്ങും നടന്നു. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. കാരിക്കടവ് പുഴയോരത്ത് ഹാരിസൺ റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഭാഗത്താണ് കാലിന് പരിക്കേറ്റ കാട്ടാനയെ തോട്ടം തൊഴിലാളികൾ കണ്ടത്. കാൽപാദത്തിന്റെ തൊലി അടർന്ന നിലയിലാണ് കാട്ടാനകളെ കണ്ടതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പന്നിത്തടം സെന്ററിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. രാവിലെ 5 മണിക്കായിരുന്നു അപകടം. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കേച്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസ് പന്നിത്തടം സെന്ററിൽ വെച്ച് കുന്നംകുളം ഭാഗത്തേക്ക് നിന്നും വന്ന മിനി ലോറിയിൽ സെന്ററിൽ വെച്ച് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞു. മിനി ലോറി തകർന്നു. പരിക്കേറ്റ മിനി ലോറി ഡ്രൈവർ ഉൾപ്പെടെയുള്ള 14 പേരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. രാത്രി സമയങ്ങളിൽ പന്നിത്തടത്ത് നടക്കുന്ന അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനു സമീപത്തെ കെട്ടിടത്തിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ പോലീസും അഗ്നിശമന സേനയും ചേർന്ന് അനുനയിപ്പിച്ച് താഴെ ഇറക്കി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് പ്രദേശത്തെ കെട്ടിടത്തിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടുമെന്ന് പറഞ്ഞ് മുകളിൽ നിലയുറപ്പിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനയും പോലീസും ചേർന്ന് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അനുനയിപ്പിച്ച് യുവാവിനെ താഴെ ഇറക്കുകയായിരുന്നു. ഇതിനിടെ യുവാവ് നാട്ടുകാർക്ക് നേരെ കല്ലേറ് നടത്തിയിരുന്നു. സംഭവം നടക്കുന്നതിനിടെ അതുവഴി കടന്നുപോയ മന്ത്രി എം.പി. രാജേഷ് വാഹനം നിർത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കണ്ണമ്പത്തൂരിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു.
കാനാട്ടുകര സ്വദേശി വൈശാഖം വീട്ടിൽ 52 വയസ്സുള്ള രഞ്ജീവ് കുമാറാണ് മരിച്ചത്. പുതുക്കാട് മുപ്ലിയൻ റോഡിൽ കണ്ണമ്പത്തൂരിൽ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ രഞ്ജീവ് കുമാർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 2 മണിക്കൂറോളം തെങ്ങിന് മുകളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. പിള്ളക്കാട് പറമ്പിൽ വീട്ടിൽ രവിയാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. ചാത്തൻകോട് നിഹാരിക നഗറിൽ കാഞ്ഞങ്ങാട്ട് വീട്ടുവളപ്പിലെ തെങ്ങിലാണ് യന്ത്രം ഉപയോഗിച്ച് രവി കയറിയത്. ശക്തമായ കാറ്റിൽ തെങ്ങ് ആടി ഉലഞ്ഞതോടെ യന്ത്രം തെങ്ങിൽ കുടുങ്ങുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ തെങ്ങുകയറ്റ തൊഴിലാളികളായ കോറോട്ടു നിതിൻ, അനീഷ് എന്നിവരെ വിളിച്ചു വരുത്തി. നിതിൻ തെങ്ങിൽ കയറി രവിയെ കയറുപയോഗിച്ച് തെങ്ങിൽ ബന്ധിപ്പിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി രവിയെ താഴെ ഇറക്കി. മദ്യലഹരിയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച കേസിൽ ഒരു പ്രതിയെ കൂടി കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞണം തൃപ്പൂണത്ത് വീട്ടിൽ അഖിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 8-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരിഞ്ഞണം കൊറ്റംകുളം പനങ്ങാട്ട് വീട്ടിൽ ജിനേഷ്, സുഹൃത്ത് മണികണ്ഠൻ എന്നിവരെയാണ് മദ്യലഹരിയിൽ ബൈക്കിലെത്തിയ സംഘം വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ഇരുവരെയും മർദ്ദിച്ചത്. കയ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മരത്തങ്കോട് പള്ളിപ്പെരുന്നാളിനിടെ നൃത്തം ചെയ്തത് ചോദ്യം ചെയ്ത യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്തങ്കോട് സ്വദേശികളായ കുഴിപ്പറമ്പിൽ വീട്ടിൽ അരുൺ, കുണ്ടുപറമ്പിൽ വീട്ടിൽ മിഥുൻ, മേപ്പറമ്പത്ത് വീട്ടിൽ പ്രണവ് എന്നിവരാണ് അറസ്റ്റിലായത്. മരത്തങ്കോട് കല്ലേരി വീട്ടിൽ പ്രശ്ചിൻ, സഹോദരൻ പ്രവീൺ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ബൈക്ക് മരത്തിലിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചു. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ നീൽ ഷാജു, അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 19 വയസ്സായിരുന്നു. ഇരുവരും ബന്ധുക്കളാണ്. വ്യാഴാഴ്ച രാത്രി 11:30ഓടെയായിരുന്നു അപകടം. ഉടനെ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നീൽ ഷാജു ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ് വിദ്യാർത്ഥിയാണ്. അലൻ ഷാജു പുല്ലൂറ്റ് ITC വിദ്യാർത്ഥിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്തരിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ചിങ്ങാരത്ത് അന്തരിച്ചു. ഹൃദയാഘാതമാണ് മരണം കാരണം. CPM ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയാണ് ബാബു ചിങ്ങാരത്ത്. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുള്ളാഹി കാർന്നൂർ പമ്പയുടെ 143-ാം ആണ്ട് നേർച്ച നടന്നു. ജനുവരി 13, 14, 15 ദിവസങ്ങളിലായി ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെയാണ് നടന്നത്. ആണ്ട് നേർച്ച ദിനത്തിൽ ഉച്ചയ്ക്ക് കാഞ്ഞിരപ്പള്ളി പ്രസിഡന്റ് നൌഷാദ് പോക്കാകില്ലത്ത് കൊടിയുയർത്തി. തുടർന്ന് ഖദഫ് ദുവായും കൂട്ടസിയാരത്തിനും അൻവർ മുഹീദ്ദീൻ ഹുദവി നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:30 വരെ അന്നദാനവും നടന്നു. കാഞ്ഞിരപ്പള്ളി സെക്രട്ടറി അബ്ദുള്ള കുട്ടി അറക്കൽ അന്നദാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് ഹയാത്ത് അറബനമുട്ട് സംഘം ചളിങ്ങാടും ദാറുൽ കൗസുൽ മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദഫ്മുട്ടും രാത്രി കഴിമ്പ്രം ബ്രദേഴ്സ് അവതരിപ്പിച്ച അറബനമുട്ടും ഉണ്ടായിരുന്നു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് 2 വർഷമായി ഒരു പ്രദേശത്തെ ജനങ്ങൾ കുടിച്ചിരുന്നത് മലിനജലം. തളിക്കുളം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഗുരുതര പരാതി പുറത്തു വന്നിരിക്കുന്നത്. പഞ്ചായത്തിന്റെ പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ നിന്നും തളിക്കുളം പുളിയന്തുരുത്ത് പുലാമ്പുഴ നിവാസികൾ കുടിച്ചിരുന്നത് മലിനജലമാണെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. 2024 ഫെബ്രുവരിയിലാണ് പുതുക്കുളങ്ങരയിലെ കിണർ ഉപയോഗിച്ച് കായലോരമായ പുളിയന്തുരുത്ത് പുലാമ്പുഴ മേഖലയിലേക്ക് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചത്. എന്നാൽ 2 വർഷമായിട്ടും കിണർ ക്ലോറിനേഷൻ നടത്താനോ ജലസംഭരണി ശുചീകരിക്കാനോ വെള്ളത്തിന്റെ pH മൂല്യം പരിശോധിക്കാനോ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കൂടിയ ഭരണസമിതി യോഗത്തിൽ 4-ാം വാർഡിൽ നിന്നുള്ള മീന സുഭാഷാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതേ തുടർന്ന് തളിക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്ക് തുറന്ന് ശുചീകരിച്ചു. തുടർന്ന് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാനും നടപടിയായി. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ മീന സുഭാഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, ആശാപ്രവർത്തക മിനി എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. കയ്പമംഗലം മഞ്ചിപ്പുര ബീച്ചിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കയ്പമംഗലം വഴിയമ്പലം കിഴക്ക് കുറ്റിക്കാട്ട് ക്ഷേത്രത്തിനടുത്ത് തട്ടാർക്കുഴി വീട്ടിൽ സുബൈറിന്റെ മകൻ 17 വയസ്സുള്ള അമീർ അലിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയിരുന്നില്ല. കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ കയ്പമംഗലം പോലീസിൽ അറിയിക്കാനായി സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഈ സമയത്താണ് കുട്ടിയുടെ മരണവിവരം എത്തുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഹിമാലയത്തിലേക്ക് സൈക്കിളിൽ യാത്ര നടത്തി ശ്രദ്ധേയനായ സഞ്ചാരിയെ റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹിമാലയത്തിലേക്ക് സൈക്കിൾ യാത്ര നടത്തി ശ്രദ്ധേയനായ വടക്കാഞ്ചേരി സ്വദേശി അഷറഫിനെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലുകൾക്ക് പരിമിതിയുള്ള ആൾ കൂടിയാണ് അഷറഫ്. 43 വയസ്സായിരുന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലകളുടെ സംഗമഭൂമിയിൽ കലോത്സവം പൊടിപൊടിക്കുന്നു. പൂരത്തിന് മേളങ്ങൾ കൊട്ടിക്കയറുന്ന പോലെയാണ് ഓരോ വേദിയിലും മത്സരങ്ങളുടെ ആവേശം. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാം താലപ്പൊലി മഹോത്സവം പൗരാണിക ആചാരങ്ങളുടെ തിളക്കത്തിൽ സമ്പന്നമായി. പന്നിത്തടം സെന്ററിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് 2 വർഷമായി ഒരു പ്രദേശത്ത് ജനങ്ങൾ കുടിച്ചിരുന്നത് മലിനജലം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.